അഹമ്മദാബാദ് വിമാന അപകടത്തിൽ രാജ്യം നടുങ്ങിയിരിക്കുകയാണ്. 241 പേരാണ് മരിച്ചത്. അതോടൊപ്പം 5 മെഡിക്കൽ വിദ്യാർത്ഥികളും ഈ വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ടു. ഐസനിലേക്ക് പോവുകയാണ്. ഐസൻ, നമ്മൾ നേരത്തെ സംസാരിച്ചു കൊണ്ടിരുന്നത് ഈ അപകടത്തിൻ്റെ സാധ്യതകൾ എങ്ങനെയൊക്കെ ആകാം ഈ അപകടം ഉണ്ടായത് എന്നുള്ള ചില പ്രാഥമിക നിഗമനങ്ങളിലേക്കാണ് എത്തുന്നത്. തീർച്ചയായും രോഹിണി, ഈ അപകടത്തിൻ്റെ ഒരു സാധ്യത ഏത് രീതിയിലാണ്? അത് സാങ്കേതിക പ്രശ്നം തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സൂചനകൾ അനുസരിച്ച് ഈ ഹൈഡ്രോളിക് സംവിധാനങ്ങളിൽ, അതായത് ഈ ചിറകുകളുടെ നിയന്ത്രണം, ചിറകുകളുടെ ഫ്ലാപ്പുകൾ നിയന്ത്രിക്കുന്ന സംവിധാനങ്ങളും അതുപോലെ തന്നെ അത്തരത്തിലുള്ള സംവിധാനങ്ങളുടെയും ചില സാങ്കേതിക തികവില്ലായ്മയാണ്, അല്ലെങ്കിൽ അതിലുള്ള സാങ്കേതിക പ്രശ്നമാണ് അപകടത്തിലേക്ക് നയിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വിമാനം പറന്നുയരുന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു പ്രത്യേക ഉയരത്തിലെത്തിയതിന് ശേഷം അത് അവിടെ നിന്ന് താഴേക്ക് പോകുന്നൊരു അവസ്ഥയുണ്ടാകുന്നു. താഴേക്ക് പോകുന്നത് തീർച്ചയായും ആ പ്രോപ്പറായ ഒരു ലിഫ്റ്റ് ഇല്ലാത്ത രീതിയിൽ, അത് എലവേറ്റർ പ്രവർത്തിക്കാത്ത രീതിയിൽ അത് താഴോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷം അത് തകർന്നു വീഴുകയായിരുന്നു. നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ 80 മുതൽ 90 വലിയ തോതിൽ ഈ വിമാനത്തിനകത്ത് ഇന്ധനം ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ വലിയ തോതിലുള്ള ഈ ഇന്ധനം, അതായത് 80 മുതൽ 90 ടൺ വരെ ഉണ്ടായിരുന്ന ഈ ഇന്ധനമാണ് ഇത്തരത്തിൽ വൻതോതിൽ പൊട്ടിത്തെറിയിലേക്കും അത്തരത്തിലുള്ള ഒരു തീഗോളമായി മാറുന്നൊരു സാഹചര്യത്തിലേക്കും നയിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് തന്നെ ആയതുകൊണ്ട് അതിൽ നിരവധിയായി ഇത്തരത്തിൽ വലിയ തോതിൽ ഇന്ധനം ഉണ്ടാകുന്നത് ഒരു സ്വാഭാവികതയാണ്. ആ സ്വാഭാവികത തന്നെയാണ് ഈ അപകടത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത് എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മറ്റു ചില സൂചനകൾ വരുന്നത്, ചില അനുഭവസ്ഥർ പറയുന്നത്, അതായത് ഡൽഹിയിൽ നിന്നും ഈ വിമാനം അഹമ്മദാബാദിലേക്ക് വരുമ്പോൾ ഒരു അസ്വാഭാവികമായ ശബ്ദവും ചില കുലുക്കങ്ങളുമെല്ലാം ഫീൽ ചെയ്തു എന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതീവ ഗുരുതരമായ ഒരു സാഹചര്യം ആ വിഷയത്തിലുമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വിമാനം തകർന്നു വീഴുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുകയും വിമാനം പൂർണ്ണമായും തകർന്ന് താഴെ വീഴുകയും ചെയ്യുന്നൊരു അവസ്ഥ ഉണ്ടാവുകയാണ്. അത് ഈ സാങ്കേതിക പ്രശ്നം തന്നെയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി ഐസൻ, എന്തായാലും കൃത്യമായ അന്വേഷണത്തിൽ നിന്ന് മാത്രമേ അപകട കാരണം വ്യക്തമാകുകയുള്ളൂ. അതുമായി മുന്നോട്ട് പോവുകയാണ് DGCAയും കേന്ദ്ര സർക്കാരും പ്രത്യേക അന്വേഷണ പാനലും ഒക്കെ.